നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മേയർ സ്ഥാനത്ത് നിന്ന് തന്നെ തഴഞ്ഞതിൽ ശക്തമായ പ്രതിഷേധമറിയിച്ച ആർ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ BJP മത്സരിപ്പിക്കുന്നു. ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ദേശീയ നേതൃത്വം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു. കുമ്മനം രാജശേഖരൻ മുതൽ പലരുടെയും പേരുകൾ ഉയർന്നു കേട്ടു. ശോഭാ സുരേന്ദ്രനെ വട്ടിയൂർക്കാവിൽ എത്തിക്കണമെന്ന ആവശ്യവും ഇതിനിടയിൽ ശക്തമായിരുന്നു. എന്നാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കൂടുതൽ വിജയസാധ്യത ശ്രീലേഖയ്ക്കാണ് എന്ന് BJPയുടെ ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നു. ആലുവയിൽ ചേർന്ന RSS യോഗത്തിന് ശേഷം ചടുലമായ നീക്കങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ BJP നടത്തുന്നത്. RSSുമായി കൂടിയാലോചനകൾ നടത്തിയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി K മുരളീധരൻ കടന്നുവരുന്നു എന്ന തീരുമാനത്തിന് തൊട്ടുപിന്നാലെയാണ് ശ്രീലേഖയെ കളത്തിലിറക്കാൻ BJP തീരുമാനമെടുത്തിരിക്കുന്നത്. സിറ്റിംഗ് MLA പ്രശാന്ത് തന്റെ സ്ഥിതി മെച്ചപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ പ്രശാന്തിന് കഴിഞ്ഞു. എന്നാൽ മണ്ഡലം പൊതുവെ BJP ചായ്വ് പ്രകടിപ്പിക്കുന്നു എന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരം ജില്ലയിൽ BJP വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന 4 മണ്ഡലങ്ങൾ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലൊക്കെ BJP വലിയ വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ വച്ചു പുലർത്തുന്നത്. നേമം മണ്ഡലത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ മത്സരിക്കും. കഴക്കൂട്ടത്ത് V മുരളീധരനാണ് കളത്തിലിറങ്ങുക. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ തന്നെ മത്സരിക്കും. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിനെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. പാലായിൽ BJPക്ക് വേണ്ടി ഷോൺ ജോർജ്, തിരുവല്ലയിൽ അനൂപ് ആന്റണി, വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ മത്സരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വവും. ഇനി ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കണം. തിരുവനന്തപുരം മണ്ഡലത്തിൽ കരമന ജെയിൻ, ചെങ്കൽ രാജശേഖരൻ നായർ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത്. ചെങ്കൽ രാജശേഖരൻ നായർ ദീർഘകാലമായി BJPയുമായി അടുത്ത് സഹകരിക്കുന്നു. അദ്ദേഹത്തിന് നറുക്ക് വീഴാനുള്ള സാധ്യതകൾ ഏറെ. ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതി തന്നെ മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. ശോഭാ സുരേന്ദ്രനെ കായംകുളം അഥവാ പാലക്കാട് മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും തൻ്റെ വിജയശതമാനം സ്ഥിരമായി ഉയർത്തുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. കാസർഗോഡ് മറ്റു വ്യത്യാസമില്ല. ML അശ്വിനി തന്നെ മത്സരിക്കും. ആറ്റിങ്ങലിൽ P സുധീർ. എറണാകുളം ജില്ലയിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ് ഇപ്പോൾ NDA. തൃപ്പൂണിത്തറയിലും ആലുവയിലും BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ജില്ലയിലെ ഭൂരിപക്ഷ സീറ്റുകൾ 2020 കൈമാറും. തൃശ്ശൂരിൽ നിലവിൽ MT രമേശിനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി മറ്റാരെങ്കിലും വരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നു. 2020 നേതാവ് സാബു ജേക്കബ് മത്സരിക്കുന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമാണ് ഇപ്പോൾ 2020യിലുള്ളത്. സാബു മത്സരിക്കണം എന്ന് വാശി പിടിക്കുകയാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളുമൊക്കെ. BJPയുടെ ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് സാബു ജേക്കബ് പറയുന്നത്. 2020 കടന്നു വന്നതോടെ എറണാകുളം ജില്ലയിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ BJP. ഇതിനിടയിൽ 55 സീറ്റുകൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ RSS നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. വട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചുപിടിക്കണമെങ്കിൽ K മുരളീധരനെ തന്നെ കളത്തിലിറക്കണമെന്ന് ഒടുവിൽ കോൺഗ്രസ് തിരിച്ചറിയുന്നു. ഇതിനിടയിൽ പല മണ്ഡലങ്ങളിലും K മുരളീധരൻ്റെ പേര് നമ്മൾ മാറി മാറി കേട്ടു. വട്ടിയൂർക്കാവ് മണ്ഡലമല്ലെങ്കിൽ താൻ മത്സരിക്കാൻ ഒരുക്കമല്ല എന്ന നിലപാട് ഒടുവിൽ K മുരളീധരൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. മുരളീധരൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി തന്നെയാണ് പാർട്ടി നേതൃത്വം ആ വഴിക്ക് നീങ്ങുന്നത്. ചുരുക്കത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇനി ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഒരു വശത്ത് K മുരളീധരൻ, PK പ്രശാന്ത്, മറുവശത്ത് BJP സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്ന ആർ ശ്രീലേഖ. 2019 വടകര പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുക്കാൻ K മുരളീധരനെ നിയോഗിക്കുകയായിരുന്നു പാർട്ടി. ഇതോടെ കൈവിട്ടുപോയ വട്ടിയൂർക്കാവ് മണ്ഡലം ഏതു വിധേനയും തിരിച്ചു പിടിക്കണമെന്ന വാശിയിലാണ് കോൺഗ്രസ്. വട്ടിയൂർക്കാവ് മണ്ഡലം തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തിരുവനന്തപുരത്ത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന കണക്കുകൂട്ടലും കോൺഗ്രസിനുള്ളിലുണ്ട്. കഴിഞ്ഞ 7 വർഷം മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു എന്ന അവകാശവാദമാണ് VK പ്രശാന്ത് ഉയർത്തുന്നത്. എതിരാളിയായി K മുരളീധരൻ എത്തിയാൽ മത്സരം കടുക്കുമെന്ന് VK പ്രശാന്തും കണക്കുകൂട്ടുന്നു.
2011 മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ കെ മുരളീധരനൊപ്പമായിരുന്നു വോട്ടർമാർ. 2011 കെ മുരളീധരൻ 16,167 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അന്ന് LDF സ്ഥാനാർത്ഥി ചെറിയാൻ ഫിലിപ്പിനെയാണ് കെ മുരളീധരൻ പരാജയപ്പെടുത്തിയത്. 2016 തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ 7,622 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചു. അന്ന് CPM സ്ഥാനാർത്ഥി TN സീമ 3ാം സ്ഥാനത്തായി. കെ മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് 14,465 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മോഹൻകുമാറിനെ വീഴ്ത്തി. 2021 കോൺഗ്രസ് നേതാവ് വീണ S നായരെയും ഇപ്പോഴത്തെ മേയർ VV രാജേഷിനെയും പരാജയപ്പെടുത്തി VK പ്രശാന്ത് മണ്ഡലം നിലനിർത്തി. 21,515 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഹിന്ദു വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നായർ സമുദായത്തിനാണ് ഇവിടെ പ്രാമുഖ്യം. കരുണാകരന് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. ശ്രീലേഖ കൂടി വട്ടിയൂർക്കാവിൽ മത്സരത്തിനെത്തുന്നതോടെ ഏറെ കൗതുകമുണർത്തും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ മത്സരം. മറുവശത്ത് BJP സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ നിശ്ചയിച്ചു എങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ദേശീയ നേതൃത്വത്തിൽ നിന്നുണ്ടാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP ചടുലമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന മറുവശത്ത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.